ഹായ് ഹലോ നമസ്കാരം. അനൂസ് കിച്ചൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എവിടേക്കാണ് ഞാൻ പോകാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാകുകയാണ് ഞാൻ ഇവിടെ ഒരു നോൺ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഞാനിത് പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന ലിപ് ബാം കേട്ടോ. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതേതാ ലിപ് ബാം എന്നുള്ളത്. അപ്പോൾ ലിപ് ബാം ഇട്ട് ലിപ്പൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിനി കണ്ണ് വരക്കാൻ പോകുന്നത്. കണ്ണ് വരക്കുന്നത് ഞാൻ ബ്ലൂ ഹെവൻ്റെ തന്നെ പുതിയൊരു ലൈനറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളൊരു സ്കെച്ച് പെൻ പോലെയുള്ള ഒരു ലൈനർ കേട്ടോ. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ മുഖത്ത് ക്രീമോ ഫൗണ്ടേഷനോ കോമ്പാക്റ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വെറും ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലൈനർ കൊണ്ട് കണ്ണും വരുന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനൊരു ബിന്ദി തൊടാൻ പോവുകയാണ്. ചെറിയൊരു പൊട്ടേ ഞാനിവിടെ വെക്കുന്നുള്ളൂ. ഇനി ഞാൻ അണ്ടർ ഐ വരയാൻ വേണ്ടിയിട്ട് ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ കാജലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ കൊണ്ട് ചെറുങ്ങനെ ഒരു അണ്ടർ ഐ വരഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ബ്ലൂ ഹെവൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷിൻ്റെ ന്യൂഡ് ഷെയ്ഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതിനെ കൊണ്ടൊന്ന് ലിപ്സും വരഞ്ഞതിന് ശേഷം ഞാനൊന്ന് മുടി കെട്ടി കൊടുക്കുക ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ആദ്യം ചെയ്യി ഇട്ടതിന് ശേഷമാണ് ഞാൻ മുടി കെട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇയറിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ബ്ലാക്ക് പഫ് സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടും അതിൻ്റെ കൂടെ മെറൂൺ കളറായിട്ടുള്ള ലോങ് ട്രൗസേഴ്സും ഇട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ആ ലുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം മുടിയൊക്കെ കെട്ടി ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? അടിപൊളിയല്ലേ? അപ്പം വാ നമുക്ക് ഒരു ഫിലിമിന് പോയിട്ട് വരാം. ഞാൻ ഏത് ഫിലിമിനാണ് പോകുന്നതെന്നല്ല, അത് ഞാൻ വഴിയോ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് വിവേറ മോൾ. ഈ മോളിലാണ് ഞാനിന്ന് ഫിലിം കാണാൻ പോകുന്നത്. അപ്പോൾ ഫിലിമിന് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മോള് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഫിലിം കയറാൻ പോവാം. അപ്പോൾ മോള് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ വാക്ക് ചെയ്യുന്ന ഏരിയ നിങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു കാര്യം പറയാൻ പറഞ്ഞു, എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ പിള്ളേഴ്സിനെ കണ്ടപ്പാട് അവിടെ റിലയൻസിൻ്റെ പ്രൊമോഷൻസിന് ആൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേഴ്സിന് രണ്ടാക്കും ബലൂൺസൊക്കെ കൊടുത്ത് അവരെ ഹാപ്പി ആക്കിയിട്ടാണ് ഉള്ളിലേക്ക് വിട്ടത്. ഇന്ന് എന്താണെന്നറിയില്ല, ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് മോള് മൊത്തത്തിൽ ഉണ്ടായത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാ മോളിലേക്ക് എൻട്രി ചെയ്തു. ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലനെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഡിയോൻ്റെ ഒക്കെ മുമ്പിലോട്ട്. സുഡിയോ ഉണ്ട്, അവിടെ പാത്തലൂൺസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ക്രോമയുണ്ട്. അതേപോലെ ഇന്ന് അവിടെ ഒരു പുതിയതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തിട്ട് ഞാൻ കണ്ടത് ഈ ഒരു പീക്കോക്കിനെ കേട്ടോ. നമ്മൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറിലാണ് ഈ ഒരു പീക്കോക്കിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായത്. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ, കാരണം റീസെൻ്റായിട്ട് ചെയ്തതാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ നടുക്ക് മോം ബലൂൺ എടുത്ത് കളിക്കുന്നുണ്ട്. ഇതാണ് മോളിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ മോളിലെത്തിയാൽ ഫുഡ് കോർട്ടിൽ നടന്നിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ച് ഫുഡ് കോർട്ടിൽ നിന്ന് അവിടെ നിന്ന് ഒരു ഡോണറ്റും വാങ്ങി കഴിച്ചു. ഇപ്പോൾ ജസ്റ്റ് ഒരു 6:45 അത്ര ആയത്. നമുക്ക് 7:15 ഷോ. അപ്പോൾ ഒന്ന് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഇനി നമുക്ക് തിയേറ്ററിലേക്ക് മെല്ലനെ നടക്കാം. ഇപ്പോൾ AGSലാണ് നമ്മളിന്ന് ഷോ കാണാൻ കയറുന്നത്. അപ്പോൾ എൻട്രൻസിൽ തന്നെ കയറുമ്പോൾ വിജയിൻ്റെ ഫോട്ടോ കണ്ടപ്പാടും മോൻ അതാ അവിടെ പോയി ഇന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനെല്ലാം പോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വിജയിനോട് കുറേ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൻ വളരെ വലിയൊരു വിജയ് ഫാനാട്ടോ. അപ്പം നമ്മൾ അകത്ത് കയറി സെറ്റിലായി ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴേക്ക് ഇതാ മൂവി സ്റ്റാർട്ട് ചെയ്യും. ഏതാ മൂവി എന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലേ? അതെ, ഗോട്ട് കാണാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മൂവി സ്റ്റാർട്ട് ചെയ്തു, ബോട്ട് കണ്ടു. നമ്മളിതാ ഫിലിം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക്. ഇതൊരു ഷോർട്ട് ഈവനിങ് വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മൂവിയായിരുന്നു. അപ്പോൾ മൂവിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് റിട്ടേൺ ആയി. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.